ഒരുപാട് രോഗലക്ഷണങ്ങളുള്ളതും അതുപോലെ തന്നെ പലതരം രോഗങ്ങൾക്കും കാരണമാവുന്നതുമായിട്ടുള്ള ഒരു രോഗമാണ് ഒബേസിറ്റി. ഈ ഒരു ഒബേസിറ്റി കാരണം തന്നെ നമുക്ക് കിതപ്പ്, അതുപോലെ തന്നെ കൊളസ്ട്രോളൊക്കെ അടിഞ്ഞു കഴിഞ്ഞാൽ പലതരം ഹൃദയത്തിൻ്റെ അസുഖങ്ങൾ ഉണ്ടാവുക, അതുപോലെ കിഡ്നിക്കുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക, ഇങ്ങനെയുള്ള പലതരം അസുഖങ്ങൾക്കും ഈ ഒബേസിറ്റി കാരണമാവാറുണ്ട്. ആയുർവേദത്തിൽ ഇത് പലതരം മാനസിക പ്രയാസങ്ങൾക്കും അതുപോലെ തന്നെ ശാരീരിക വൈഷമ്യങ്ങൾക്കും കാരണമാകുന്ന ഈ ഒബേസിറ്റിക്ക് ആയുർവേദത്തിൽ ഒരുപാട് ചികിത്സകൾ ഉണ്ട്, പലതരം മരുന്നുകളുണ്ട്, അതുപോലെ തന്നെ പലതരം ചികിത്സകളും വളരെ ഫലപ്രദമായവയുണ്ട്. കഫമേധോ വൃദ്ധി കൊണ്ടുണ്ടാകുന്ന ഈ രോഗമായതുകൊണ്ട് തന്നെ കഫമേധസ്സുകളെ ശമിപ്പിക്കുന്ന അല്ലെങ്കിൽ നശിപ്പിക്കുന്ന രീതിയിലുള്ള ചികിത്സയ്ക്കാണ് പ്രാധാന്യം. ഇതിൽ നമുക്ക് ഗുൽഗുലു പ്രിപ്പറേഷൻസ് ഒരുപാട് ഉപയോഗിച്ചാൽ ഫലം കാണാറുണ്ട്. പലതരം കഷായങ്ങൾ ഗുൽഗുലു ഉപയോഗിച്ചത്, ചൂർണങ്ങൾ മുതലായവ കൊടുക്കുന്നത് വളരെ ഗുണമായിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പലതരം ചികിത്സകൾ ആയുർവേദത്തിൽ ഇതിന് വേണ്ടി പറയുന്നുണ്ട്. കടു കഷായപ്രധാനമായിട്ടുള്ള ആഹാരങ്ങളും അതുപോലുള്ള ഔഷധങ്ങളും ഈ ഒബേസിറ്റിക്ക് വളരെ നല്ലതാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ ഈ രസപ്രധാനങ്ങളായിട്ടുള്ള ഭക്ഷണങ്ങളാക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പാചന ദീപനം എന്നൊക്കെ പറഞ്ഞുള്ള ചികിത്സകളുണ്ട്. അതേപോലെ ആതപസേവ, നമ്മൾ പലതരം മരുന്നുകൾ പുരട്ടിയിട്ട് വെയിലത്ത് നിർത്തുക, നന്നായിട്ട് വ്യായാമം ചെയ്യിക്കുക, കൃത്യമായിട്ടുള്ള ഡയറ്റിംഗ് പ്രോസസ്സ്, അതായത് കൃത്യമായിട്ടുള്ള ദിനചര്യ, ഓരോ ഋതുക്കൾക്കനുസരിച്ചുള്ള ചര്യകളും ദിനത്തിൽ പറഞ്ഞിട്ടുള്ള കറക്റ്റായിട്ടുള്ള ചര്യകളൊക്കെ അനുഷ്ഠിക്കുക. അതായത് പകൽ കിടന്നുറങ്ങരുത്, രാത്രി കറക്റ്റ് സമയത്ത് ഉറങ്ങുക. ഇതൊക്കെ ചെയ്യുമ്പോൾ മാനസികമായിട്ടും പേഷ്യൻ്റ് വളരെയധികം ഡെവലപ്പ് ചെയ്ത് വരും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ യോഗാസനം മുതലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സും ഇതിന് ഗുണം ചെയ്യാറുണ്ട്. ഇതിൽ വളരെ ഫലപ്രദമായിട്ട് കാണുന്ന വേറൊരു ട്രീറ്റ്മെൻറ്റ് പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റാണ്. നമ്മൾ ഈ ദീപനപാചന സ്നേഹന സ്വേദനങ്ങളൊക്കെ ചെയ്ത ശരീരത്തിൽ, അതായത് തൈലൊക്കെ പുരട്ടി നന്നായിട്ട് വിയർപ്പിക്കുന്ന ശരീരത്തിൽ നമ്മൾ പഞ്ചകർമ്മങ്ങൾ, അതായത് വിരേചനം എന്ന് പറഞ്ഞ പഞ്ചകർമ്മമാണ് വയറിളക്കുന്നത്. വമനം എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു പഞ്ചകർമ്മമുണ്ട്. കഫധാതുവിന് വളരെ നശിപ്പിക്കാൻ വളരെ നല്ലതാണ്. അത് അൺവാണ്ടഡ് ആയിട്ടുള്ള ദുഷിച്ചു കിടക്കുന്ന കഫധാതുവിനെ പുറത്തു കളയാൻ വമനം എന്ന് പറഞ്ഞ പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റ് വളരെ ഗുണകരമാണ്. അത് ചെയ്തിട്ട് ഛർദ്ദിപ്പിച്ച് കളയുക. അതിനുശേഷം നമ്മൾ കുറച്ച് റെസ്റ്റ് കൊടുത്ത് വീണ്ടും വസ്തി പോലെയുള്ള ട്രീറ്റ്മെൻറ്റ്സ്, വസ്തി ഈ ഒബേസിറ്റിയിൽ വളരെ ഫലം ചെയ്യാറുണ്ട്. ഈ കഷായവസ്തിയും മാത്രാവസ്തിയും കൂടി നമ്മൾ ഈ ഓൾട്ടർനേറ്റ് ഡേയ്സ് ചെയ്ത് കഴിയുമ്പം ഒബേസിറ്റിക്ക് നല്ല ഒരു വ്യത്യാസം കണ്ടിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ആയുർവേദ ചികിത്സകൾ ഒബേസിറ്റിയിൽ ഫലപ്രദമാണ്.